പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ പ്രണയകഥ എന്ന് പറയാം. ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് അനിയത്തിപ്രാവിലെ സുധിയും മിനിയുമാണ്. ഇതിലെ നായികയ്ക്ക് കുറച്ചു മലയാളം അറിയൂ എന്ന് മാത്രം. വിരുദ്ധ പ്രണയത്തിന്റെ അഭ്യർത്ഥികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സാംകുട്ടിയുടെയും അഹമ്മദ് സിദ്ദിഖ് ആനിയുടെയും ആകാംക്ഷാപുരി കഥയാണ് പ്രൈസ് ദ ലോർഡ്. പാലാക്കാരൻ മലഞ്ചരക്ക് വ്യാപാരിയായ എല്ലാവരും അറുപിശുക്കൻ എന്ന് വിളിക്കുന്ന ജോയുടെ മമ്മൂട്ടി ജീവിതത്തിൽ നേരും നിറയുമുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഭാര്യ റീനു മാത്യൂസ്, 2 മക്കളും അദ്വൈത, ഇൽഹാന അടങ്ങുന്നതാണ് ജോയുടെ കുടുംബം. ഉറ്റ സുഹൃത്ത് അഡ്വക്കേറ്റ് സണ്ണി മുകേഷ് എപ്പോഴും കൂടെയുണ്ട്. മറ്റൊരു സുഹൃത്ത് പോലീസ് ഓഫീസറായ ബാലകൃഷ്ണൻ, സുരേഷ് കൃഷ്ണൻ, ഡ്രൈവർ ഇന്ദ്രൻസ്. ഇവരെല്ലാമാണ് കുടുംബത്തിലെ മറ്റംഗങ്ങൾ. ജോയ്ക്കുട്ടി തനി സക്കറിയ കഥാപാത്രമാണ്. ചാരുകസേരയിൽ ചുമ്മാതെ ഇരുന്ന് ജീവിതം അങ്ങ് സൂഹിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സാധാ മലയാളി. ജോയുടെ സുഹൃത്തായ സണ്ണി മുകേഷ് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം കിട്ടാൻ വേണ്ടി സർക്കാർ സെക്രട്ടറിയുടെ ബന്ധുവിന്റെ മകൾ ആനി ആകാംക്ഷാപുരി കാമുകൻ സാംകുട്ടിയെയും ജോയുടെ വീട്ടിൽ താമസിപ്പിക്കുന്നതാണ് കഥയുടെ പശ്ചാത്തലം. സാംകുട്ടി സുവിശേഷ മാർഗത്തിൽ നടക്കുന്നവനാണെങ്കിൽ ലഹരിയിൽ മുങ്ങി കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആനി അവിവാഹിത സാഹസിക ജീവിതം കൊതിക്കുന്നയാളാണ്. ഡൽഹിയിൽ കരിഷ്മാറ്റിക് ജീവിതം നയിക്കുകയാണ് സാംകുട്ടി. സാംകുട്ടി സുവിശേഷ മാർഗത്തിൽ നടക്കുന്നവനാണെങ്കിൽ ലഹരിയിൽ മുങ്ങി കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആനി അവിവാഹിത സാഹസിക ജീവിതം കൊതിക്കുന്നയാളാണ്. ഡൽഹിയിൽ കരിഷ്മാറ്റിക് ജീവിതം നയിക്കുകയായിരുന്ന സാംകുട്ടി ധ്യാനകേന്ദ്രത്തിലെത്തുന്ന ആനിയുമായി ഇഷ്ടത്തിലാകുന്നു. രണ്ടുപേരും ഒളിച്ചോടുന്നതോടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. സാംകുട്ടിയെ തേടി അച്ഛനും ജോയ് മാത്യു സഹോദരങ്ങളും ഗുണ്ടയുമായി ഇറങ്ങുന്നു. ആദ്യമായി കമിതാക്കളെ കാണുകയാണ് ജോയിയും ഭാര്യയും. എന്നാൽ കരിഷ്മാറ്റിക് ജീവിതം നയിക്കുന്ന രണ്ടുപേരും അവരുടെ പ്രതീക്ഷകളെ തകർക്കുന്നു. എപ്പോഴും പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന സാംകുട്ടി എല്ലാവർക്കും മുമ്പിലും കോമാളിയാവുകയാണ്. സാംകുട്ടിയെ തേടി അച്ഛൻ ഗുണ്ടകളുമായി എത്തുന്നതോടെ അവരെ അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നു. ഒടുവിൽ വാഗ്മണിലെ ഒരു ധ്യാനകേന്ദ്രത്തിൽ രണ്ടുപേരെയും എത്തിക്കുന്നു. പക്ഷേ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് മറ്റൊരു സംഭവമാണ് നടക്കുന്നത്. ഇതാണ് ചിത്രത്തിന്റെ പ്രമേയം. പാട്ടും സ്റ്റണ്ടും അല്പം ന്യൂ ജനറേഷൻ തമാശകളും ഒക്കെയുള്ള ഒരു കച്ചവടപ്പടം. എന്തിനോ വേണ്ടി എടുത്ത സിനിമ. എന്തിനാണതെടുത്തതെന്ന് സംവിധായകനും പണം മുടക്കിയ മിലൽ ജലീലിനും അറിയാം. മമ്മൂട്ടി എന്ന അസാധാരണ അഭിനേതാവിന്റെ സാന്നിധ്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ ചിത്രം അമ്പെ പരാജയപ്പെട്ടേനെ. മമ്മൂട്ടി എന്ന നടൻ മലയാളി മസിൽ പിടിക്കൽ പുരുഷന്റെ പ്രതീകമാണ് സിനിമകളിൽ. ആ നടൻ അല്പം സ്ത്രീലമ്പടനായും ഭാര്യയ്ക്ക് പിന്നാലെ നടക്കുന്നവനായും സെക്സിനു വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്നവനുമൊക്കെയായി കാണുമ്പോൾ ഉണ്ടാകാനിടയുള്ള തമാശയുണ്ടല്ലോ, അത്തരം തമാശകൾ ആദ്യ പകുതിയിൽ പല രംഗങ്ങളിലും കാണാൻ സാധിക്കും. അതുമാത്രമാണ് ഈ സിനിമ കൊണ്ടൊരു മെച്ചം. സാഹിത്യ സൃഷ്ടികളെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ സിനിമയ്ക്ക് പറ്റിയ രീതിയിൽ മാറ്റിയെടുക്കുക എന്നൊരു തന്ത്രമുണ്ട്. അത് ശരിക്കും പാലിക്കാൻ സംവിധായകന് കഴിയാതെ പോയതാണ് ചിത്രത്തിന്റെ പരാജയത്തിന് പ്രധാന കാരണം. അമിത ദൈവവിശ്വാസിയായ സാംകുട്ടിയെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ അഹമ്മദ് സിദ്ദിഖ് വിജയിച്ചു എന്ന് പറയാം. മമ്മൂട്ടിയുടെ ഭാര്യയായി റീനു മാത്യൂസും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. വിവാഹിക സാഹസിക കുടുംബം സാംകുട്ടിയോടൊപ്പം കെട്ടിപ്പടുക്കാൻ സാധിക്കാതെ പോകുന്ന ആനി എന്ന കഥാപാത്രം പുതുതലമുറയിലെ അരാജകവാദികളുടെ പ്രതീകമാണ്. ആനിയുടെ കുറച്ചുള്ള മലയാള സംസാരം ചിലപ്പോൾ പ്രേക്ഷകരെ മടുപ്പിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ സ്ത്രീലമ്പടൻ അച്ചായൻ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ടിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.